ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. 2015 ശേഷം ആദ്യമായി മുംബൈയുടെ കോട്ടയും RCB തകർത്തിരിക്കുന്നു. റൺമഴ കണ്ട അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞുനിന്ന മത്സരത്തിൽ 12 റൺസിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയത്. ഈ സീസണിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ബൗളിംഗാണ് തെരഞ്ഞെടുത്തത്. ബാറ്റിങ്ങിനെ അകമഴിഞ്ഞു തുടങ്ങുന്ന പിച്ചാണ് മുംബൈ വാങ്കഡയിലേത്. അതുമാത്രമല്ല, ബൗണ്ടറികൾക്ക് നീളം കുറവുമാണ്. ഇനി എത്ര വലിയ സ്കോർ വന്നാലും അത് ചേസ് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം, പ്രത്യേകിച്ച് ഡ്യൂ കൂടി ഉണ്ടെങ്കിൽ ചേസിംഗ് ടീമുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ ബൗളിംഗ് തെരഞ്ഞെടുത്തത്. RCBക്കായി ബാറ്റിംഗിനിറങ്ങിയ ഫിൽ സോൾട്ട് വളരെ മികച്ചൊരു ബൗണ്ടറിയോട് കൂടിയാണ് ഇന്നിംഗ്സ് തുടങ്ങിയത്. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ട്രെന്റ് ബോൾട്ട് ഫിൽ സോൾട്ടിനെ ബൗൾഡാക്കി തിരിച്ചടിച്ചു. ഒരു ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ 31ാം തവണയാണ് ട്രെന്റ് ബോൾട്ട് വിക്കറ്റ് നേടുന്നത്. IPL-ൽ മറ്റൊരു ബോളർക്കും അവകാശപ്പെടാനാവാത്ത റെക്കോർഡ്. പിന്നീട് കോഹ്ലിക്കൊപ്പം പടിക്കൽ ചേർന്നു. രണ്ടുപേരും വളരെ അറ്റാക്കിംഗ് രീതിയിലാണ് കളിച്ചത്. പേസ് ബോളേഴ്സിനായാലും സ്പിന്നേഴ്സിനായാലും വളരെ മികച്ച രീതിയിലാണ് കോഹ്ലി ആയാലും പടിക്കലായാലും നേരിട്ടത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിന്റെ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദേവദത്ത് പടിക്കൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ കണ്ടൊരു പടിക്കലിനെ അല്ല നമ്മൾ ഈ സീസണിൽ കാണുന്നത്. അതായത് അറ്റാക്ക് ചെയ്യാനുള്ള നല്ലൊരു ഇന്റന്റ് പടിക്കൽ ആ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ ചെപ്പോക്കിലെ ആ ഒരു സ്ലോ പിച്ചിൽ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പിച്ചിൽ 200+ സ്ട്രൈക്ക് റേറ്റിലാണ് പടിക്കൽ അന്ന് സ്കോർ ചെയ്തത്. ഈ മത്സരത്തിലും പടിക്കൽ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇപ്പം 6ാമത്തെ ഓവർ എറിഞ്ഞ ദീപക് ചഹാറിനെ അടുപ്പിച്ച് 2 സിക്സുകൾക്കാണ് നമ്മുടെ പടിക്കൽ പറത്തിയത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇന്റന്റ് നമ്പർ 3 ഒരു പ്രോപ്പർ 200+ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യാനുള്ള ഒരു ഇന്റന്റ് പടിക്കൽ കൂടി കാണിക്കുമ്പോൾ ആ ഒരു RCBക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാവും. അങ്ങനെ കോഹ്ലിയും പടിക്കലും ചേർന്ന് മികച്ച രീതിയിൽ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. 29 പന്തുകളിൽ നിന്നാണ് വിരാട് കോഹ്ലി ഹാഫ് സെഞ്ചുറി തേക്കുന്നത്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2019 ശേഷം കോഹ്ലിയുടെ T20-ലെ ഫാസ്റ്റസ്റ്റ് 50 ആണിത്. പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ബുംറയെ പോലും ഒരു 6ഓടെയാണ് വിരാട് കോഹ്ലി വരവേറ്റത്. ആ ഒരു ഇന്റന്റ് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗിൽ പ്രകടമായിരുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞു, ഇപ്പം പെട്ടെന്ന് ഔട്ടായെങ്കിലും ആ നമ്മുടെ ചിന്നസ്വാമി പിച്ചിനോട് ആ ഒരു സിങ്ക് ആയത് വിരാട് കോഹ്ലി മാത്രമാണ്. ആ ഒരു പ്ലേസ്മെന്റ് മാത്രമായിരുന്നു ആ മത്സരത്തിൽ വിരാട് കോഹ്ലിക്ക് പാളിപ്പോയത്. എന്നാൽ ഇവിടെ വളരെ മികച്ച രീതിയിലാണ് വിരാട് കോഹ്ലി കളിച്ചത്. ഇങ്ങനെ ഈ പാർട്ണർഷിപ്പ് മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിഘ്നേഷ് പുത്തൂർ വരുന്നത്. വിഘ്നേഷ് പുത്തൂരിന്റെ ബോളിൽ ഒരു 6 അടിച്ചാണ് നമ്മുടെ വിരാട് കോഹ്ലി 50 തേക്കുന്നത്. ആ ഒരു ഓവറിൽ ഒരു 6 പോയിട്ടും പിന്നെയും വളരെ ബ്രേവ് ആയിട്ട് ബോൾ ചെയ്യാൻ, കുറച്ച് സ്ലോ ആയിട്ട് കുറച്ച് ലൂപ്പി ആയിട്ട് ബോൾ ചെയ്ത് ദേവദത്ത് പടിക്കലിന് വിക്കറ്റ് എടുക്കാൻ നമ്മുടെ വിഘ്നേഷ് പുത്തൂരിന് കഴിഞ്ഞു. ഒരു ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂവെങ്കിലും 10 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് വിഘ്നേഷ് പുത്തൂർ നേടി. അത് കഴിഞ്ഞാണ് നമ്മുടെ നായകൻ രജത് പട്ടിദാർ വരുന്നത്. ഇപ്പം പട്ടിദാർ വന്നപ്പോൾ പട്ടിദാർ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ലോ ആയിരുന്നു. ആദ്യ 10 ബോളിൽ 8 റൺസുകൾ മാത്രമേ രജത് പട്ടിദാറിന് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആ സമയത്ത് വിരാട് കോഹ്ലി ഒരു സൈഡിൽ ബിഗ് ഹിറ്റ്സ് ചെയ്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. എങ്കിലും നമ്മുടെ ആദ്യത്തെ ദേവദത്ത് പടിക്കലും നമ്മുടെ വിരാട് കോഹ്ലി നിന്ന സമയത്ത് നോക്കിയാൽ കുറച്ച് സ്ലോ ആയിരുന്നു കാര്യങ്ങൾ. എന്നാൽ രജത് പട്ടിദാർ അതിനുശേഷം ഫുൾ ഫ്ലോയിൽ കളിക്കാൻ തുടങ്ങിയതോടെ സ്കോർ വീണ്ടും കയറാൻ തുടങ്ങി. 14ാം ഓവർ എറിഞ്ഞ സാന്നറിന് 20 റൺസ് അടിച്ചു. ആ ഓവർ നമ്മുടെ പട്ടിദാർ തുടങ്ങിയതും 6 കൊണ്ടാണ്, അവസാനിപ്പിച്ചതും 6 കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഓവർ വന്നപ്പോഴത്തേന് സാന്നറിന്റെ ആ ഒരു ഫിഗറിന് നല്ലൊരു ഹിറ്റ് കിട്ടി. ആദ്യത്തെ 3 ഓവർ നന്നായിട്ട് എറിഞ്ഞിട്ടും അടുത്ത 4ാമത്തെ ഓവർ നമ്മുടെ സാന്നർ നല്ല എക്സ്പെൻസീവായി 20 റൺസാണ് വഴങ്ങിയത്. ഇതിനിടയിൽ നമ്മുടെ വിരാട് കോഹ്ലി ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ പുറത്തായി. 42 പന്തിൽ 67 റൺസാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ഫേസിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് ആണ്. ഹാർദിക് പാണ്ഡ്യ വൈഡ് ലൈൻ ലക്ഷ്യമാക്കിയാണ് എറിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും ആ ഒരു വേരിയേഷൻ, നമ്മുടെ പേസ് ആയാലും ആ ഒരു ലൈൻ ആയാലും മിക്സപ്പ് ചെയ്തിട്ട് 5 വിക്കറ്റാണ് ഹാർദിക് നേടിയത്. ഈ മത്സരത്തിലും അതേപോലെ തന്നെ വൈഡ് ലൈൻസിൽ പേസ് മിക്സപ്പ് ചെയ്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്തു. അപ്പോൾ ആ ഒരു ആംഗിൾ കവർ ചെയ്ത് ആ ഒരു സ്ട്രാറ്റജി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കളിച്ചപ്പോഴാണ് നമ്മുടെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോകുന്നത്. അത് കഴിഞ്ഞ് ലിവിങ്സ്റ്റോൺ ഡക്കിന് പുറത്തായി. ലിവിങ്സ്റ്റോണും അതേ തന്നെയാണ് ചെയ്തത്. ലിവിങ്സ്റ്റോണും ആ ഒരു വൈഡ് ലൈൻ എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ബാറ്റ് ചെയ്തപ്പോഴാണ് ലിവിങ്സ്റ്റോണിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ഓവർ ഹാർദിക് പാണ്ഡ്യ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എറിഞ്ഞു. അപ്പോൾ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ RCBയുടെ ബാറ്റിങ്ങിൽ മുംബൈക്ക് വളരെ നല്ലൊരു ഫേസ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ബിഗ് ഫിനിഷ് വേണമെങ്കിൽ ഇവരെ അറ്റാക്ക് ചെയ്യണമായിരുന്നു. കാരണം ഒരു സൈഡിൽ ബൂംറയുടെ 4 ഓവറുണ്ട്. അപ്പോൾ ബൂംറ നമുക്കറിയാം എഫക്റ്റീവ് ആണ്. ഇപ്പോൾ ഏത് ഫേസിലാണെങ്കിലും, മിഡിൽ ഓവേഴ്സിലായിക്കോട്ടെ, പവർ പ്ലേയിലായിക്കോട്ടെ, ഡെത്ത് ഓവേഴ്സിലായിക്കോട്ടെ എഫക്റ്റീവ് ആണ്. അത് മാത്രമല്ല ഡെത്ത് ഓവേഴ്സിൽ എക്സിക്യൂഷൻ പക്കയാണ് ബൂംറയുടെ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്യണം. കാരണം ബൂംറയുടെ ഓവറിൽ എത്ര റൺസ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടെ എറിഞ്ഞത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് 1 ഓവർ ഉണ്ടായിരുന്നു, ട്രെന്റ് ബോൾട്ടിന് 2 ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ജിതേഷ് ശർമ്മയും രജത് പട്ടിദാറും അത് തന്നെയാണ് ചെയ്തത്. ട്രെന്റ് ബോൾട്ട് പിന്നീട് എറിഞ്ഞ 2 ഓവറുകളിൽ നിന്ന് വന്നത് 33 റൺസാണ്. അതുപോലെ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ 17ാമത്തെ ഓവറിൽ 23 റൺസ് വന്നു. അതായത് ഈ ഒരു 3 ഓവറിനുള്ളിൽ നമ്മുടെ RCB നേടിയത് 56 റൺസാണ് ഹാർദിക് പാണ്ഡ്യയ്ക്കും ട്രെന്റ് ബോൾട്ടിനും എതിരെ. അവർ കൃത്യമായിട്ട് ബുംറയെ അടിക്കാൻ പാടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബാക്കി 2 ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അതുവരെ പ്രോപ്പറായിട്ട് വൈഡ് ലൈൻസിൽ എറിഞ്ഞുകൊണ്ടിരുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്കും ആ ഓവറിൽ നന്നായിട്ട് അടി കിട്ടി. അപ്പോൾ പ്രോപ്പറായിട്ട് ജിതേഷ് ശർമ്മയും രജത് പട്ടിദാറും കളിച്ചതോടെ വെറും 3 ഓവറിൽ 56 റൺസ് വന്നു. അപ്പോൾ അതാണ് 221 പോലൊരു സ്കോറിലേക്ക് ഇവരെ എത്തിച്ചത്.
ഇപ്പോൾ നമുക്ക് ബുംറയുടെ ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ ബുംറ 2 ഓവറിൽ 14 റൺസ് മാത്രമാണ് വഴങ്ങിയത്. അതായത് അവസാന 5 ഓവറിൽ ബുംറ 2 ഓവറിൽ 14 റൺസ് വഴങ്ങിയപ്പോൾ ബാക്കി 2 ബോളർമാരെ 3 ഓവറിൽ 56 റൺ എടുത്തു. അപ്പോൾ അവിടെയാണ് ഒരു വലിയ വ്യത്യാസം വന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അവരുടെ ഒരു ബോളിംഗ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബുംറ 4 ഓവറിൽ 29 റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ. RCB 221 പോലൊരു ഹൈ സ്കോർ അടിച്ച മത്സരത്തിലാണ് ബുംറ 4 ഓവറിൽ 29 എറിഞ്ഞു മാറുന്നത്. അപ്പം അത് തന്നെ ഒരു ഡിഫറൻഷിയേറ്റർ ആണ്. ഇപ്പോൾ ബുംറയെ കൂടി കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ സ്കോർ 230 മേളിൽ പോയനെ. പക്ഷേ അത് മികച്ച രീതിയിൽ എറിയാൻ ബുംറയ്ക്കായി. RCB ഇന്നിംഗ്സ് എടുത്ത് നമ്മൾ പറഞ്ഞു, വിരാട് കോഹ്ലി 67 റൺസ് എടുത്ത് മികച്ച രീതിയിലാണ് കളിച്ചത്. പടിക്കലും 22 പന്തിൽ 37, എബവ് 160 സ്ട്രൈക്ക് റേറ്റ്, മികച്ച രീതിയിൽ തന്നെ കളിച്ചു. പട്ടിദാർ 32 പന്തിൽ 64. ഞാൻ പറഞ്ഞു ആദ്യ 10 ബോളുകളിൽ 8 റൺസ് മാത്രം എടുത്ത പട്ടിദാറാണ് പിന്നീടുള്ള 22 ബോളുകളിൽ നിന്ന് 56 റൺസ് എടുത്തത്. വളരെ മികച്ച ഒരു ഇന്നിംഗ്സ്. പട്ടിദാർ തന്നെയാണ് പിന്നീട് മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് ലിവിങ്സ്റ്റോണിന് കളിക്കാൻ കഴിഞ്ഞില്ല. ജിതേഷ് ശർമ്മ 19 ബോളിൽ 40 റൺസ്. ജിതേഷ് ശർമ്മ 200-ന് മേളിലാണ് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ വളരെ മികച്ച രീതിയിലാണ് അവർ ഇന്നിംഗ്സ് ക്ലോസ് ഔട്ട് ചെയ്തത്. ബുംറയ്ക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ബാക്കി 2 ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് വളരെ മികച്ച രീതിയിലാണ് അവർ ഇന്നിംഗ്സ് ക്ലോസ് ഔട്ട് ചെയ്തത്. ഇനി മുംബൈയുടെ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ RCB പവർ പ്ലേ 70-ന് മുകളിലാണ് സ്കോർ ചെയ്തത്. ആ ഒരു സ്കോർ കൊണ്ടുവരാൻ നമ്മുടെ മുംബൈക്ക് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, രോഹിത് ശർമ്മ അടുപ്പിച്ച് 2 4 അടിച്ചെങ്കിലും പിന്നീട് വിക്കറ്റായി. യശ് ദയാലിന് വിക്കറ്റ് നൽകി മടങ്ങി. അതുപോലെ തന്നെ റിക്കിൾട്ടണും ഫോമിലായിരുന്നെങ്കിലും ജിതേഷ് ശർമ്മയുടെ എടുത്തു പറയണം, ഹേസൽവുഡിന്റെ പന്തിൽ മികച്ചൊരു റിവ്യൂ എടുക്കാൻ കാരണം ജിതേഷ് ശർമ്മയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ റിക്കിൾട്ടണും പോയി. പിന്നീട് ഒന്ന് വിൽ ജാക്സ് ആയാലും സൂര്യകുമാർ യാദവ് ആയാലും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. പവർ പ്ലേയുടെ 6-ാം ഓവറിൽ ഹേസൽവുഡ് വഴങ്ങിയത് 2 റൺസാണ്. അതുപോലെ സുയാഷ് ശർമ്മയും വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. അപ്പോൾ അത് വന്നപ്പോഴത്തേനും അവരെ ഹിറ്റ് ചെയ്യാനായിട്ട് സുയാഷ് ശർമ്മയായാലും ഹേസൽവുഡിനെ ആയാലും പ്രോപ്പറായിട്ട് ഹിറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയാതെ പോയി. ഇവർ രണ്ടുപേരും സ്ട്രഗിളിംഗ് ആയിരുന്നു. സ്കോർ നോക്കിക്കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് 26 ബോളിൽ 28, വിൽ ജാക്സ് 18 ബോളിൽ 22. അതായത് 222 ബോളിൽ ഹൈ സ്കോർ ചേസ് ചെയ്യുമ്പോൾ ഇവരുടെ ഒരാളുടെ സ്ട്രൈക്ക് റേറ്റ് 107-ഉം അടുത്ത ആളുടെ 122-ഉമാണ്. ഇതിനിടയിൽ സൂര്യകുമാർ യാദവ് നൽകിയ പല അവസരങ്ങളും RCB വിട്ടുകളയും കൂടി ചെയ്തു. അപ്പോൾ അവർക്ക് എന്നിട്ടും നമ്മുടെ സൂര്യക്ക് തൻ്റെ ആ ഒരു കാലിബറിനനുസരിച്ചുള്ള പെർഫോമൻസ് അവിടെ നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഇവർ ആസ്കിംഗ് റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ റിക്വയർഡ് റേറ്റ് ഒരുപാട് കൂടി ഇവർ ആ ഒരു ചേസിൽ നിന്ന് പതിയെ പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 12 ഓവർ കഴിഞ്ഞപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 99 എന്ന നിലയിലായിരുന്നു നമ്മുടെ മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവരുടെ വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും വന്നു. അവിടെയാണ് മത്സരത്തിന് വീണ്ടും ഒരു പുതുജീവൻ വെക്കുന്നതെന്ന് പറയാം. ഹാർദിക് പാണ്ഡ്യ ക്രീസിൽ വന്നെങ്കിലും ആദ്യത്തെ കുറച്ച് പന്തുകളിൽ സ്ട്രൈക്ക് കിട്ടിയില്ല. തിലക് വർമ്മയാണ് കളിച്ചത്. സുയാഷ് ശർമ്മയെ അതുവരെ മികച്ച രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരുന്ന സുയാഷ് ശർമ്മയും 17 റൺസാണ് ഓവറിൽ തിലക് വർമ്മ എടുത്തത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ റിട്ടയർഡ് ഔട്ട് ചെയ്തിട്ട് ഒരു കോൺഫിഡന്റ് ഡെന്റ് ആയിരിക്കുന്ന തിലക് വർമ്മയാണ് വളരെ മികച്ച രീതിയിൽ സുയാഷ് ശർമ്മയെ അറ്റാക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഹാർദിക് പാണ്ഡ്യ വന്നതോടുകൂടി കളി മാറി പറഞ്ഞു. അതായത് അടിക്കുന്നതെല്ലാം 6ഉം 4ഉം. അത്രയും ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആണ് ഹാർദിക് പാണ്ഡ്യ നടത്തിയത്. ഇപ്പോൾ കളി കാണുന്നവർക്ക് മനസ്സിലായി കാണും, പുള്ളി ബാറ്റ് വെച്ചാൽ തന്നെ ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 4. 6 ആണെങ്കിൽ ഒരു ഫസ്റ്റ് ടയറിന് മുകളിലാണ് പുള്ളി അടിച്ച് കയറ്റുന്നത്. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഹാർദിക് പാണ്ഡ്യ കളിച്ചത്. ഇപ്പോൾ ഒരു റീസെന്റ് ടൈമിൽ ഹാർദിക് പാണ്ഡ്യ പുള്ളിയുടെ സ്ട്രൈക്കിംഗ് എബിലിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഇന്നലത്തെ മത്സരത്തിലാണ്. അത്രയും മികച്ച രീതിയിലാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ കളിച്ചത്. ആദ്യത്തെ 7 പന്തുകളിൽ നിന്ന് ഹാർദിക് നേടിയത് 32 റൺസാണ്. അപ്പോൾ ഒന്ന് നോക്കിയേ, അതായത് സ്ട്രൈക്ക് റേറ്റ് 450-ന് മുകളിൽ. അപ്പോൾ ഇത്രയും ഒരു ചേസിൽ, അതായത് ഒരു 12 ഓവറിൽ 99 കടന്നൊരു ടീമിനെ ഒരു 7 പന്തിൽ 32 റൺസ് എന്നൊരു കോൺട്രിബ്യൂഷൻ ഹാർദിക് പാണ്ഡ്യ നടത്തിയപ്പോഴേക്കും 33 പന്തിൽ 71 റൺസ് എന്ന നിലയിലേക്ക്, അതായത് ജയിക്കാൻ വേണ്ടത് 33 പന്തിൽ 71 റൺസ് എന്ന നിലയിലേക്ക് വന്നു. അതായത് ഒരു 16-17 കടന്ന റിക്വയർഡ് റേറ്റ് ഒരു 14 അറൗണ്ട് 14 താഴെ എത്തിക്കാൻ നമ്മുടെ ഹാർദിക് പാണ്ഡ്യക്ക് കഴിഞ്ഞു. ഇപ്പം കൃണാൽ പാണ്ഡ്യയൊക്കെ ഇപ്പം സ്വന്തം സഹോദരൻ എറിയാൻ വന്നപ്പോഴായാലും മറ്റു ബോളേഴ്സ് വന്നപ്പോഴായാലും എല്ലാം അറ്റാക്ക് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ കളിച്ചത്. ഒരു ദയയില്ലാതെ ആണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ അറ്റാക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭുവി ഓവർ ചെയ്യാൻ വന്നു. ഭുവി മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. എങ്കിലും ആ ഓവറിൽ ഒരു 6ഉം 4ഉം, അതായത് യോർക്കറൊക്കെ നെയിൽ ചെയ്തിട്ട് പോലും 2 ലൂസ് ഡെലിവറി വന്നപ്പോഴേക്കും ഒരു 6ഉം ഒരു 4ഉം അടക്കം 13 റൺസ് നമ്മുടെ ഭുവിക്ക് എടുക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 17-ാം ഓവറിൽ യശ് ദയാൽ വന്നു. യശ് ദയാൽ ആദ്യം ഒരു കുറച്ച് സ്ലോ ബോൾസ് ഒക്കെ ഇട്ടെങ്കിലും പിന്നീട് ആ ഓവറിലും ഒരു 6 വന്നു. ആ ഓവറിലും ഒരു 11 റൺസ് വന്നു. നമുക്കറിയാം, മുംബൈ പോലെ നീളം കുറഞ്ഞ ബൗണ്ടറികളുള്ളൊരു ഗ്രൗണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു 14-15 ഒക്കെ വന്നാലും ബാറ്റേഴ്സിന് അടിക്കാൻ കഴിയും. പ്രത്യേകിച്ച് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഫോമിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ ആ ഓവറിലും യശ് ദയാൽ കുറച്ച് സ്ലോർ ബോൾസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നെങ്കിലും ഒരു 6ഓടെ ആ ഓവറിലും 11 റൺസ് വന്നു. അത് കഴിഞ്ഞ് ഭുവി എറിഞ്ഞ 18-ാമത്തെ ഓവറിലാണ് വീണ്ടും ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അതായത് ആ സമയം കൊണ്ട് നമ്മുടെ തിലക് വർമ്മ 50 അടിച്ചു. വളരെ മികച്ച ഒരു 50 ആയിരുന്നു. അപ്പോൾ തിലക് വർമ്മ 29 പന്തിൽ 56 റൺസാണ് എടുത്തത്. 18-ാമത്തെ ഓവറിൽ ഭുവിയുടെ ഒരു സ്ലോവർ ബോളിൽ തിലക് വർമ്മ ഔട്ടായി. അപ്പോൾ ആ ബോൾ 6 അടിക്കാൻ ശ്രമിച്ചിട്ട്
തിലക് വർമ്മ ഔട്ടായി. അവിടെ ഒരു വഴിത്തിരി വന്നു, കാരണം അവരുടെ ഒരു സ്ട്രോങ് പാർട്ണർഷിപ്പ് ബ്രേക്കായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രീസിലെത്തിയത് നമാൻദറാണ്. നമാൻദറിന്റെ കാര്യം പറഞ്ഞാൽ ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചാണ് നമാൻദർ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയും ഒരു 13 റൺസ് ആ ഓവർ വന്നു. പിന്നീട് ജയിക്കാൻ വേണ്ടത് 2 ഓവർ 28 റൺസ്. ഇതുവരെ അവിടെ നടന്ന കാർണേജ്, ഒരു 12ാം ഓവറിന് ശേഷം അവിടെ നടന്ന ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇത് അവർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന സ്കോറായിരുന്നു. അപ്പോഴാണ് ജോഷ് ഹേസൽവുഡ് വരുന്നത്. വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് തന്നെ ആംസ് ഫ്രീ ചെയ്തിട്ട് അടിക്കാൻ ഒരു സ്പേസ്, ആ ഒരു റൂം നമ്മുടെ ഹേസൽവുഡ് കൊടുത്തില്ല. അപ്പോൾ അത് ഫോഴ്സ് ചെയ്യേണ്ടി വന്നു. ബൗണ്ടറിയിൽ ക്യാച്ച് എടുത്ത് ഹാർദിക് പാണ്ഡ്യ പുറത്തായി. മാച്ച് RCBയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നതിൽ ആ വിക്കറ്റ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്തത്. ആ ഓവറിൽ 9 റൺസ് മാത്രമാണ് ഹേസൽവുഡ് വഴങ്ങിയത്. അതും 5ാം പന്ത് നമ്മുടെ ഓഫ് സൈഡിൽ വന്നൊരു ഫുൾ ടോസ് സാൻഡർ സിക്സർ അടിച്ചത് കൊണ്ടാണ് ആ ഒരു 9 റൺസും വന്നത്. അതൊഴിച്ച് ആ ഒരു പന്ത് ഒഴിച്ച് നിർത്തിയാൽ വളരെ മികച്ച രീതിയിലാണ് ഹേസൽവുഡ് ബോൾ ചെയ്തത്. പിന്നീട് 20ാം ഓവർ ബോൾ ചെയ്യാൻ വന്നത് നമ്മുടെ കൃണാൽ പാണ്ഡ്യയാണ്. അപ്പോൾ അതിന് മുൻപ് കൃണാൽ പാണ്ഡ്യ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് അതിന് മുമ്പ് എറിഞ്ഞ ഓവർ, അപ്പം കൃണാലിൻ്റെ ആദ്യ ഓവറിലായാലും അത്യാവശ്യം റൺസ് കൃണാൽ വഴങ്ങിയിരുന്നു. എങ്കിലും ഇപ്പോൾ 19 റൺസ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് കൃണാൽ തന്നെയാണ് വന്നത്. വളരെ മികച്ച രീതിയിൽ ആ ഓവർ പന്തെറിഞ്ഞു. ആ ഓവറിൽ 3 വിക്കറ്റുകളാണ് നമ്മുടെ കൃണാൽ പാണ്ഡ്യ നേടിയത്. ഇപ്പോൾ അതിൽ ആദ്യത്തെ പന്ത് തന്നെ നമ്മുടെ സാൻഡറിന്റെ ഹിറ്റിംഗ് ആർക്കിന് പുറത്തായിരുന്നു. സാൻഡർ അത് അടിച്ചു. അത്യാവശ്യം നന്നായിട്ട് ടൈം ചെയ്തെങ്കിലും ബൗണ്ടറിൽ അത് ക്യാച്ചായി. അടുത്ത പന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ചൊരു ടീം എഫേർട്ട്. അതായത് നമ്മുടെ ചഹർ അടിച്ച പന്ത് ബൗണ്ടറി പോകേണ്ടതായിരുന്നു, അതായത് 6 പോകേണ്ടതായിരുന്നു. പക്ഷേ ഫിൽസാൾട്ട് വളരെ മികച്ച എഫേർട്ടോടെ അത് ക്യാച്ച് ചെയ്തിട്ട് ബൗണ്ടറിയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ജസ്റ്റ് ഫ്ലിക്ക് ചെയ്ത് നമ്മുടെ ടിം ഡേവിഡിന്റെ കൈകളിൽ എത്തിക്കുകയും ചെയ്തു. അതോടെ ആ ഒരു 2 വിക്കറ്റ് വീണു. അതോടെ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി. പിന്നീട് 4ാമത്തെ പന്തിൽ നമ്മുടെ നമാൻദർ സ്ട്രൈക്ക് വന്നെങ്കിലും അടുപ്പിച്ച് 3 പന്തിൽ 17 റൺസ് വേണമായിരുന്നു. അപ്പോൾ ഒരു 4 അടിച്ചു. പിന്നീട് തൊട്ടടുത്ത പന്ത് സിക്സർ അടിക്കാൻ ശ്രമിച്ചിട്ട് നമ്മുടെ നമാൻദർ ഔട്ടായി. അത് കഴിഞ്ഞ് അവസാന പന്തിൽ നമ്മുടെ ബുംറയ്ക്ക് റൺസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ 12 റൺസിന്റെ വിജയം. 2015 ശേഷം ആദ്യമായിട്ടാണ് RCB വാങ്കഡയിൽ വിജയിക്കുന്നത്. ഇപ്പോൾ 2015 എന്ന് പറയുമ്പോൾ അന്ന് ഡിവിലിയേഴ്സ് ഒക്കെ സെഞ്ചുറി അടിച്ച്, അതായത് ഒരു വിക്കറ്റിന് 235 റൺസ് എടുത്ത ആ ഒരു മത്സരത്തിലാണ് നമ്മുടെ RCB അവസാനമായിട്ട് നമ്മുടെ വാങ്കഡയിൽ വിജയിക്കുന്നത്. അതിനുശേഷം വാങ്കഡയിൽ ജയിക്കാൻ RCBക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ വളരെ മികച്ചൊരു പ്രകടനം. ഇപ്പം ബാറ്റേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലി നന്നായിട്ട് ബാറ്റ് ചെയ്തു, രജിത് പട്ടിദാർ മാൻ ഓഫ് ദി മാച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്തു, അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ, ദേവദത്ത് പടിക്കൽ മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇനി ബൗളിങ്ങിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ചൊരു ബാറ്റിംഗ് സർഫസ് ആയിരുന്നു. ആ സർഫസിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭുവനേശ്വർ കുമാർ നന്നായിട്ട് ബോൾ ചെയ്തു. ഇപ്പോൾ ഓവറിലൊക്കെ അടി പോയി. അത് ഇങ്ങനത്തെ ഒരു ബൗണ്ടറി, ഇങ്ങനത്തെ ഒരു പിച്ചിൽ അടി പോകുമെങ്കിലും യോർക്കറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു. ജോഷ് ഹേസൽവുഡ് ഇപ്പോൾ പവർ പ്ലേയിൽ 6ാമത്തെ ഓവർ നോക്കി വെറും 2 റൺസ് മാത്രമാണ് വഴങ്ങിയത്. പിന്നെ ഇടയ്ക്ക് ഓരോ ഓവറിൽ ഹാർദിക് പാണ്ഡ്യ അറ്റാക്ക് ചെയ്തെങ്കിലും അവസാനം തിരിച്ചു വന്ന് ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് ഇട്ടു. കൃണാൽ പാണ്ഡ്യ ആദ്യ ഓവറുകളിൽ അത്രയും അടി വാങ്ങിയെങ്കിലും അവസാന ഓവറുകൾ വളരെ മികച്ച രീതിയിൽ 3 വിക്കറ്റുകളാണ് കൃണാൽ പാണ്ഡ്യ എടുത്തത്. സുയാഷ് ശർമ്മയുടെ ലാസ്റ്റ് ഓവറിൽ തിലക് വർമ്മ അടിച്ചെങ്കിലും അതിന് മുമ്പുള്ള ഓവറുകൾ വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ സുയാഷ് ശർമ്മ ബോൾ ചെയ്തത്. അതുപോലെ യഷ് ദയാൽ അടുപ്പിച്ചടുപ്പിച്ച് രോഹിത് ബൗണ്ടറി കടത്തിയെങ്കിലും പിന്നീട് തിരിച്ചു വന്ന് മികച്ചൊരു പന്തിൽ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഇട്ടു. അങ്ങനെ ബോളിംഗ് യൂണിറ്റ് വളരെ മികച്ച രീതിയിൽ, അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയെങ്കിൽ പോലും വളരെ മികച്ച രീതിയിലാണ് മത്സരം ക്ലോസ് ഔട്ട് ചെയ്തത്. ഈ വർഷം കോട്ടകൾ തകരുന്ന വർഷമാണെന്ന് തോന്നുന്നു. 2008 ശേഷം ചെപ്പോക്കിൽ ആദ്യമായിട്ട് RCB ജയിക്കുന്നു. 2010 ശേഷം ചെപ്പോക്കിൽ ആദ്യമായിട്ട് ഡൽഹി ക്യാപിറ്റൽസ് ജയിക്കുന്നു. ഇപ്പോൾ ഇതാ 2015 ശേഷം വാങ്കഡയിൽ ആദ്യമായിട്ട് RCB ജയിക്കുന്നു. ഈ മത്സരം RCBയെ സംബന്ധിച്ച് വീണ്ടും ഒന്നുകൂടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മികച്ച രീതിയിൽ കളിച്ചു. അവസാന ഓവറിൽ അത്രയും പ്രഷർ വന്നിട്ട് പോലും ആ ഒരു മത്സരം ക്ലോസ് ഔട്ട് ചെയ്യാൻ അവരുടെ ബോളേഴ്സിന് കഴിഞ്ഞു. അതായത് ഹാർദിക് പാണ്ഡ്യ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് നോക്സ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയും എക്സ്പ്ലോസീവ് ബാറ്റിങ്ങുമായിട്ട് ക്രീസിൽ നിൽക്കുമ്പോൾ ആ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തിലക് വർമ്മയും നല്ല ടച്ചിലായിരുന്നു. അപ്പോൾ ആ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ടഫ് ടാസ്ക് ആയിരുന്നു മുംബൈക്കെങ്കിലും അവർ കളിച്ച രീതി, ഹാർദിക് പാണ്ഡ്യ അത്രയും ഡിസ്ഡൈനോടെ 4 പാടും അടിച്ചു പറത്തിയ ആ ഒരു മത്സരത്തിൽ അവർ തിരിച്ചു വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ കോൺഫിഡൻസ് ഉയർത്തും. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകുന്ന മത്സരങ്ങളിലും ഒരു ഡേഞ്ചറസ് സൈഡായിട്ട് തന്നെ RCB മാറും. ഇനി മുംബൈയുടെ കാര്യം പറഞ്ഞാൽ മുംബൈക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം 5 മത്സരങ്ങളിൽ നിന്ന് 4 തോൽവികളായി. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു വിന്നിംഗ് ട്രാക്കിലേക്ക് തിരിച്ചു വരണം. ഇവർക്ക് പ്ലേ ഓഫിൽ കയറണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വിന്നിംഗ് ട്രാക്കിലേക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.